കൃഷിയുടെ കാഴ്ചയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് സാം എന്ന് പറയുന്ന ഒരു യുവകർഷകൻ്റെ കൃഷിത്തോട്ടത്തിലാണ്. അദ്ദേഹം താമസിക്കുന്നത് വണ്ടമേടിലെ കുപ്പക്കല്ല് എന്ന് പറയുന്ന ഒരു ഗ്രാമപ്രദേശത്താണ്. അദ്ദേഹത്തിൻ്റെ കരുണാപുരത്തുള്ള കൃഷിത്തോട്ടത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. അദ്ദേഹം ഏലം കൃഷി ചെയ്ത് നല്ല രീതിയിൽ വിജയം വരിച്ച ഒരു യുവകർഷകനാണ്. അദ്ദേഹത്തിൻ്റെ വിളവെടുപ്പൊക്കെ നടക്കുന്ന ഈ സമയമാണ്. സാമിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സാമു ഒരു പ്രവാസിയായിരുന്നു. അപ്പോൾ ആ പ്രവാസകാലമൊക്കെ കഴിഞ്ഞതിന് ശേഷം വന്ന് കൃഷിയിലേക്ക് ഇറങ്ങി. കൃഷിയിൽ തൻ്റെ അറിവുകളും അതുപോലെ തന്നെ മറ്റുള്ള പരിജ്ഞാനമുള്ള കൃഷിക്കാരുടെ അടുത്തും സയൻറ്റിസ്റ്റുകളുടെ അടുത്തുനിന്നൊക്കെ വിവരങ്ങളൊക്കെ ചോദിച്ച് കൃഷി ചെയ്ത് കൃഷിയിൽ നല്ല ഉന്നത വിജയം വരിച്ച ഒരു കർഷകനാണ് സാം. അദ്ദേഹം തൻ്റെ വ്യത്യസ്തമായ കൃഷി രീതിയിലൂടെയാണ് ഈ ഏലം കൃഷി നല്ല രീതിയിൽ പരിപോഷിപ്പിക്കുന്നത്. അദ്ദേഹത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം. സാമിൻ്റെ നമ്മുടെ കൃഷിയുടെ കാഴ്ചയുടെ പ്രേക്ഷകർക്ക് വേണ്ടി സാമിനെ ഒന്ന് പരിചയപ്പെടുത്തി. എൻ്റെ പേര് സാം, വീട്ടുപേര് കുട്ടന്തറയ്ക്കൽ, കുപ്പക്കല്ലാണ് സ്വദേശം. ഞാൻ കുറച്ചു കാലം പ്രവാസിയായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ തൽക്കാലം അതെല്ലാം വേണ്ടെന്ന് വെച്ച് കൃഷിയിലേക്ക് ചെറുപ്പം മുതലേ നമുക്ക് കൃഷിയായിട്ട് താല്പര്യമുള്ളതുകൊണ്ട് ജോലി വേണ്ടെന്ന് വെച്ച് കൃഷി ചെയ്തു പോകുന്നു. അപ്പോൾ നമുക്കിപ്പോൾ എത്ര വർഷമായി നമ്മളിപ്പോൾ ഈ കൃഷിയിൽ ഈ സ്വന്തമായിട്ട് ഇതുപോലെ പൂർണ്ണമായി കൃഷിയിലേക്ക് തിരിഞ്ഞിട്ട് ഗൾഫിൽ നിന്ന് വന്നിട്ട് എത്ര വർഷമായി? ഗൾഫിൽ നിന്ന് വന്നിട്ട് ഇപ്പോൾ ഒരു 3 വർഷമായി. 3 വർഷം. അത് കഴിഞ്ഞതിന് ശേഷമായി ശേഷമാണ് ഈ ഏലം കൃഷിയിലേക്ക് തിരിഞ്ഞത് അല്ലേ? അതിനു മുമ്പ് നമുക്ക് വേറെ കൃഷികളുണ്ട്. എന്നാലും അത് പപ്പായൊക്കെ ഏൽപ്പിച്ചിട്ടാണ് നമ്മൾ ഗൾഫിലേക്ക് പോയത്. അപ്പോൾ അവർക്ക് വയ്യാതായി. അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോൾ നമ്മൾ പോന്നു. അപ്പോൾ ഈ ഗൾഫിലെ ജോലി ഉണ്ട്. അപ്പോൾ സാധാരണ ആൾക്കാരാണ് ഇപ്പോൾ എല്ലാവരും ഗൾഫിന് അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലേക്ക് ജോലി ചെയ്യാൻ പോകാനാണ് താല്പര്യപ്പെടുന്നത്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ആ ജോലി വേണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ വന്ന് കൃഷിഭൂമിയിലേക്ക് ഇറങ്ങാനുള്ളൊരു കാരണമാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് മാറി മറ്റൊരു സ്ഥലത്ത് പോയി നിൽക്കുമ്പം അവിടെ ഉണ്ടാകുന്ന അനുഭവങ്ങളും ഒക്കെ നമ്മൾ കണക്ക് കൂട്ടി കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ സ്വന്തം വീട്ടിൽ കഴിഞ്ഞ് അപ്പനോടും അമ്മയോടും അല്ലെങ്കിൽ ഭാര്യയോടും മക്കളോടും ഒക്കെ ചേർന്ന് കഴിയുന്നതാണ് നമുക്ക് ഏറ്റവും സംതൃപ്തി. ഗൾഫിൽ പണിയെടുക്കുന്ന ഒരാൾ അതിൻ്റെ ഒരു പകുതി സമയം അവനവന് ഒരു 10 സെൻറ്റേ ഉള്ളതിലും ഒരേക്കർ ഉണ്ടെങ്കിലും ആ പറമ്പിൽ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കിട്ടുന്നതിൻ്റെ 2 ഇരട്ടി നമുക്ക് സമ്പാദിക്കാൻ കിട്ടും, സംതൃപ്തി കിട്ടും. അപ്പം നമ്മുടെ കുടുംബത്തോടൊപ്പം നമുക്ക് കഴിയാനായിട്ട് സാധിക്കും. സാധാരണ ചെറുപ്പക്കാരെ സംബന്ധിച്ച് മറ്റ് ജോലിയൊക്കെ തേടി മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകാനും അതുപോലെ തന്നെ മണ്ണിൽ പണിയെടുക്കാനൊക്കെ വളരെ മടിയുള്ള ഒരു സാഹചര്യങ്ങളിലൂടെ നമ്മൾ പോകുന്നത്. പക്ഷേ ഈ സമയവും ഭൂമിയിൽ അധ്വാനിക്കാനും നല്ല വിളവെടുക്കാനും തൻ്റെ കുടുംബത്തോടൊപ്പം സംതൃപ്തിയോടെ കഴിയാനും താല്പര്യപ്പെടുന്ന ഈ സാംകുട്ടിക്ക് നമ്മൾ മറ്റ് ചെറുപ്പക്കാർക്കൊരു മാതൃകയായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ സാംകുട്ടി നമ്മളിപ്പോൾ ഈ ഏലം വെച്ചിട്ട് ഇപ്പോൾ എത്ര വർഷമായി? ഇതെങ്ങനെയാണ് ഇതിൻ്റെ ആദ്യമായിട്ട് അത് ചെയ്തത്? എങ്ങനെയാണ് ഈ ഏലം ഇപ്പം വെച്ചിട്ട്? ഏകദേശം 2 വർഷമാകുന്നു. 2 വർഷം. 2 വർഷം. ഞാനിത് ഇവിടെ ഏലം വെക്കുമ്പോൾ ഇവിടെ ഏലത്തിന് വേണ്ടിയ നമുക്ക് സാധാരണ ഒരു 60% ഷെയ്ഡ് ഏലത്തിന് വേണ്ടിയതാണ്. അപ്പം അവിടെ ഇങ്ങനെ വന്നപ്പോൾ ഇത് ഷെയ്ഡ് ഇല്ലാഞ്ഞൊരു സ്ഥലമാണ്. അപ്പം ഞാനത് ഈ ഏലം വെച്ചിട്ട് അതിന് ഇടവിളയായിട്ട് പാവൽ കൃഷി ചെയ്തു. പാവൽ കൃഷി ചെയ്താണ് ഈ ഏലത്തിനെ നല്ല ഷെയ്ഡായിട്ട് നമ്മൾ വെച്ച ചെടി പോകാതെ അങ്ങനെയാണ് സംരക്ഷിച്ചെടുത്തത്. ഈ പാവൽ കൃഷി അന്നേരം നമുക്ക് ലാഭമായിരുന്നു. പാവൽ കൃഷി നമുക്ക് ലാഭമാണെന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല. കാലാവസ്ഥയുടെ അനുസരിച്ചിരിക്കും പാവൽ കൃഷി. കഴിഞ്ഞ ഞാൻ ആ സമയത്ത് പാവൽ കൃഷി ചെയ്തപ്പം അതിഭയങ്കരമായ മഴയായിരുന്നു. അപ്പൊ നമുക്ക് ഉദ്ദേശിക്കുന്ന ഒരു ഈൽഡ് പാവലെന്ന് കിട്ടിയില്ല. എങ്കിലും നമ്മുടെ ചെടിയെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റും. അപ്പം സംകുട്ടി ഇത് നമ്മൾ കൃഷി ആരംഭിച്ചപ്പോൾ ഇതെങ്ങനെ ഇതിന്റെ ഏലം ആദ്യമായിട്ട് തുടങ്ങിയപ്പോൾ തുടങ്ങിയ ഒരു രീതി ഒന്ന് പ്രേക്ഷകരോട് പറയാമോ? ഞാൻ ഇത് തുടങ്ങുന്ന സമയത്ത് നമുക്കിവിടെ മറ്റ് തട്ട വെച്ചതിന് ശേഷം പൊതയിടാനോ ഒന്നും ഇല്ലാതിരുന്നൊരു സാഹചര്യമായിരുന്നു. ഷെയ്ഡ് ഇല്ലാഞ്ഞുകൊണ്ട്. അപ്പം ഞാൻ എന്താ വെച്ചു, പാവൽ ചെയ്തു. അപ്പോൾ പാവല് കയറി വരണമെങ്കിൽ നമുക്ക് പാവലിൻ്റെ ഈൽഡ് കിട്ടണമെങ്കിൽ ഏകദേശം 6 മാസത്തെ കാലാവസ്ഥയുണ്ട്. അപ്പം ആ കാലാവധി കൊണ്ട് നമുക്കിതിന് പൊതയിടാൻ പറ്റത്തില്ല. അപ്പം നമുക്ക് പെട്ടെന്ന് ഈൽഡ് കിട്ടുന്നതും ഒരു രീതിയായ പയർ കൃഷി ചെയ്തായിരുന്നു. ബീൻസ് കൃഷി ചെയ്തിട്ട് നമ്മൾ ഒരു സീസൺ ഒരു 40 ദിവസം കൊണ്ട് ബീൻസിൻ്റെ വിളവ് നമുക്ക് എടുക്കാൻ പറ്റും. ബീൻസ് വിളവെടുത്തതിന് ശേഷം അതിൻ്റെ പയർ ചുവടെ പറിച്ച് ഇതിന് പൊതയിട്ടു. അത് ഏറ്റവും നല്ലൊരു വളമായിട്ടാണ് അനുഭവപ്പെട്ടത്. നമുക്ക് ചാണകത്തിന്റെ പ്രയോജനം ചെയ്യും തീർച്ചയായിട്ടും. രാസവളം അതായത് ഈ തട്ട വെച്ച് ഈ പാവലിന്റെ സീസൺ കഴിയുന്നിടം വരെ നമുക്ക്
ഈ ഏലത്തിന് പ്രത്യേക ഒരു പരിചരണത്തിന്റെ ആവശ്യം നമുക്ക് വരുന്നില്ല. അപ്പൊ നമുക്ക് പച്ചക്കറിക്ക് നമ്മൾ വളം ചെയ്യുന്നത് കൊണ്ട് ഏലത്തിന് പ്രത്യേക വളം വേണ്ട. അപ്പൊ നമുക്കൊരു ലാഭം, അത് ഭയങ്കര ലാഭം. കാരണം നമ്മൾ ഈ 6 മാസം അല്ലെങ്കിൽ 1 വർഷം ഈ ചെടിയെ സംരക്ഷിക്കാനുള്ളത് നമുക്ക് ഈ പച്ചക്കറി ലഭിക്കുന്നുണ്ട്. നമ്മൾ വെച്ചിരിക്കുന്ന ഏലത്തിന്റെ ഏലമാണ്. ഞാൻ ഇവിടെ ഏലം വെച്ചേക്കെന്ന് പറഞ്ഞാൽ ഇപ്പൊ അത്യാവശ്യം 3 വെറൈറ്റി ഞാൻ ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ട്. ഞള്ളാനിയുണ്ട്, ഏലരാജനുണ്ട്, കണിപറമ്പനുണ്ട്. അപ്പം 3ഉം ഏലരാജൻ നിൽക്കുന്ന സ്ഥലത്ത് ഏലരാജൻ മാത്രം, കണിപറമ്പ് നിൽക്കുന്നിടത്ത് അത് മാത്രം, ഞള്ളാനി അങ്ങനെ സെപ്പറേറ്റ് ആണ്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഈ കാലാവസ്ഥയ്ക്കും മണ്ണിന്റെ ഇതിനും അനുസരിച്ച് ഈൽഡ് ഏതിനാണ് കൂടുതൽ കിട്ടുന്നതെന്ന് നമുക്കൊന്ന് പരീക്ഷിക്കണം. എല്ലാത്തിനും ഒരേ വളപ്രയോഗവും ഒരേ മരുന്നടിയുമാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഒരു പരിപാടിയില്ല. അപ്പം ഏതാണ് നമുക്ക് ഏറ്റവും മെച്ചം കിട്ടുന്നതെന്നാണ് അത് നമ്മൾ തുടർന്ന് ചെയ്യുന്നു. അപ്പൊ ഇതിപ്പോ 2 വർഷം ആകുന്നേ ഉള്ളൂ. ഒരു വർഷം കൂടെ കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ആവറേജ് നോക്കി കഴിയുമ്പോൾ റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പൊ അതനുസരിച്ച് പിന്നീട് അങ്ങോട്ട് ചെയ്യാൻ വേണ്ടി ഒരു പരീക്ഷണമാണ്. ഇത് കണിപറമ്പൻ. അതായത് ഈ ഞാൻ കൃഷിയിലേക്ക് ഇറങ്ങുമ്പോൾ ഈ കണിപറമ്പ് ഓരോ ഇനത്തിനെ പറ്റി അത്യാവശ്യം ഒന്ന് പഠിച്ചിട്ടാണ് ഞാൻ ഇറങ്ങിയത്. അപ്പം കണിപറമ്പൻ കൃഷി ചെയ്ത് അനുഭവമുള്ളവർ പറഞ്ഞ കണിപറമ്പൻ വെയിലേർ ഇച്ചിരി കൂടുതലുള്ളതും ഈ ചരലുള്ള മണ്ണ് പോലെയുള്ളിടത്ത് ഇച്ചിരി അതിന് കായ്ഫലം കൂടുതലാണെന്നുള്ളൊരു അറിവ് കിട്ടിയായിരുന്നു. അതൊന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ വെച്ചത്. ഇതിപ്പോ ഇവിടെ ഒരു ശകലം നമുക്ക് വെയിലേറെ കൂടുതലും ഇച്ചിരി ചരൽപ്പറ്റ് പോലെയുള്ള സ്ഥലമാണ്. അപ്പൊ ആ ഒരു ഏരിയ തീർത്താണ് ഈ കണിപറമ്പ് വെച്ചേക്കുന്നത്. ഇവിടെ വെച്ചപ്പോ എനിക്ക് അത് അനുഭവത്തിൽ നല്ലതായിട്ട് തന്നെ കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇതുണ്ട് ഇപ്പൊ ഇതിപ്പോ 2ാം വർഷ ചെടിയിൽ ഇപ്പൊ തന്നെ ന്യായമായിട്ട് ആയിട്ടുണ്ട്. 2 വർഷം ആയി വരുന്നു. കുഴപ്പമില്ല. 2ാം വർഷം ചെടി എന്ന് പറഞ്ഞാൽ നല്ല ഇതായിട്ടുണ്ട്. അതെ, അത്യാവശ്യം നന്നായിട്ട് തന്നെ കാ പിടിച്ചിട്ടുണ്ട്. നല്ല ചെടി കണിപറമ്പൻ ചൂട് പ്രദേശത്തും അതുപോലെ ചരലുള്ള സ്ഥലത്തും ഒക്കെ ഏറ്റവും കൂടുതൽ ജലാംശം കുറവുള്ള സ്ഥലങ്ങളിൽ ആൾക്കാർ ഉപയോഗിച്ച് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. നല്ല ചെടിയാണ്. അപ്പൊ നമ്മുടെ അനുഭവത്തിലും ഇപ്പൊ കുഴപ്പമില്ല. ഒരു വർഷത്തോടൊക്കെ കഴിഞ്ഞ് കഴിയുമ്പം എങ്ങനെ ആവും എന്നുള്ളത് നമുക്ക് അങ്ങനെ വരാൻ ചാൻസ് ഇല്ല. നമുക്ക് നോക്കാം. ഇത് ഏലരാജൻ എന്ന് പറയുന്ന ഇനമാണ്. അപ്പം അത് ഈ മണൽപ്പറ്റുള്ള ഏരിയയിൽ അത് വെക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് ഇച്ചിരി നല്ല മണ്ണ്, കറുത്ത മണ്ണുള്ള ഏരിയ നോക്കിയാണ് ഞാൻ ഇത് കൃഷി ചെയ്തേക്കുന്നത്. കുഴപ്പമില്ല, ഇപ്പോൾ അത്യാവശ്യം നല്ലൊരു വിളവ് ലഭിക്കുന്നുണ്ട്. ഇപ്പം തന്നെ ഈ ഒരു ശരം എടുത്ത് നോക്കിയാൽ തന്നെ 2, 4, 6, 7ാമത്തെ കാ വരെ വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല വലുപ്പത്തിലും നല്ല വലുപ്പത്തിലും ഉള്ളൊരു ഇനമായിട്ട് കിട്ടുന്നുണ്ട്. കുഴപ്പമില്ല. ഇപ്പോൾ എത്ര വർഷം ഗൾഫിലേക്ക് ജോലി ചെയ്തു? ഞാൻ 4 വർഷം ഉണ്ടായിരുന്നു. 2 വർഷം ഖത്തർ, 2 വർഷം കുവൈറ്റ്. അപ്പോൾ എവിടെ ഏത് ഫീൽഡിലായിരുന്നു ജോലി? ഞാൻ മെക്കാനിക്കൽ ടെക്നീഷ്യൻ. അതായത് കുവൈറ്റിൽ KNPC എന്ന് പറഞ്ഞാൽ കുവൈറ്റ് നാഷണൽ പെട്രോളിയം കമ്പനിയുടെ പ്രോജക്റ്റിലായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വിട്ടിട്ടാണ് നമ്മൾ കൃഷിയിലേക്ക് പോകുന്നത് അല്ലേ? പവർ പ്ലാന്റിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് വിട്ടിട്ട് നമ്മൾ കൃഷിയിലേക്ക് പോകുന്നു. നമ്മൾ കൃഷി ചെയ്യുന്ന ഒരു സംതൃപ്തി പവർ പ്ലാന്റ് ജോലി തന്നെ കിട്ടുകയില്ല. പൈസ കിട്ടിയാലും. ഇതും ഞള്ളാനി ഇനത്തിൽപ്പെട്ട ചെടിയാണ്. അപ്പം ഇത് ഞാൻ മറ്റേ 2 കണ്ടു. ഇപ്പൊ അടുത്തൊരു സ്ഥലത്ത് വന്ന ഇത് ചെയ്തേക്കുന്നത് വേറെ സ്ഥലത്താണ്. അപ്പം ഈ സ്ഥലത്തിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഓവർ ചെരുവില്ല, നല്ല മണ്ണ്. അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്ത് ഞള്ളാനി കൃഷി. അപ്പം ഇതും നിലവിൽ യാതൊരു കുഴപ്പവും പറയാനില്ല. നല്ല ബോൾട്ട് കായുണ്ട്, നല്ലതായിട്ട് കാ പിടിച്ചിട്ടുണ്ട്. ഇപ്പൊ തന്നെ ഉണ്ട്. ആവറേജ് എല്ലാ ശരം എടുത്തു കഴിഞ്ഞാലും ന്യായമായിട്ട് നല്ല ബോൾട്ട് കായാണ്. നന്നായിട്ട് തന്നെ കാ പിടിച്ചിട്ടുമുണ്ട്. നല്ല ബോൾട്ടുണ്ട്, കായം പിടിച്ചിട്ടുണ്ട്. അപ്പം നിലവിൽ ഈ ചെടിയും ഞള്ളാനിയാണ് കൂടുതലുള്ളത്. മറ്റു ചെടിയേക്കാളും കൂടുതൽ കണ്ട ഞള്ളാനിയാണ്. ഇപ്പൊ 2ാം വർഷം ചെടി എന്ന് പറയുമ്പോഴത്തേക്ക് തന്നെ ഇപ്പൊ എങ്ങനെ വന്നാലും ഒരു 4.5 അടിക്കും മേളിൽ ശരമായി. അതിന്റെ ഈ മണ്ട വരെ കാ പിടിച്ചു. ഇനിയിപ്പോ 2-1 കായോട് വിരിയാനുണ്ട്. ബാക്കി ഇവിടം വരെ എത്ര കായ നല്ലതായിട്ട് തന്നെ 6 കാ 7 കാ വരെ ആയിട്ടുണ്ട്. ഇനി എന്നാ ഇപ്പൊ ഇതിന്റെ തുടർ പരിചരണങ്ങൾ, അടുത്ത പണികൾ ഞാൻ ഇപ്പൊ കവാത്ത് എടുത്തോണ്ടിരിക്കുവാണ്. അപ്പൊ ഇത് കവാത്ത് തീർന്ന അന്നേരം ചാണകപ്പൊടി ഇടും. ചാണകപ്പൊടി ഇട്ടിട്ട് അതിന്റെ മണ്ട പുതയിട്ട് വെള്ളമടി തുടങ്ങും. അതുകൊണ്ടായിരിക്കും ഈ വേരൊക്കെ തെളിഞ്ഞ് കാണുന്നത്. ഈ വേര് തെളിഞ്ഞ് പറഞ്ഞാൽ കഴിഞ്ഞ ഇടയ്ക്കത്തെ മഴയത്ത് ശക്തമായ മഴ പെയ്തപ്പം മണ്ണ് ഒലിച്ചു പോയതാണ്. അപ്പൊ അതിന്റെ കുറച്ച് മൂലകങ്ങളുടെ കുറവുകളൊക്കെ ഇനിയിപ്പോ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ അത് ഈ പുതയിട്ടതിന് ശേഷമാണ് ചെയ്യുന്നത്. എല്ലാം കൂടെ ഒരു 2 ആഴ്ചക്കുള്ളിൽ തീർക്കണം. വെയിലായി നനയ്ക്കാൻ തുടങ്ങിയില്ല. പുതയിട്ടിട്ട് നടക്കുന്നത്.
അപ്പോൾ നമ്മൾ ഇതിൻ്റെ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി നമുക്ക് നിങ്ങൾ ചെയ്യുന്ന കൃഷിയുടെ പരിചരണം എങ്ങനെയുള്ളതാണ് ഇത് കൃഷി ചെയ്യുന്നത് അതിനെ കുറിച്ചൊന്ന് പറയാമോ? വളപ്രയോഗം ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ രാസവളം ചെയ്യുന്നുണ്ട്. രാസവളം ചെയ്യാതെ എന്തായാലും നമുക്ക് പറ്റത്തില്ല. പക്ഷേ രാസവളത്തിൻ്റെ അളവ് വളരെ കുറവാണ് ചെയ്യുന്നത്. പിന്നെ ഇത് ഫംഗസൈഡുകൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ കൃഷിഭവനിലെ ക്ലാസ്സുകൾ, മറ്റേ KVK ക്ലാസ് ഇതെല്ലാം അറ്റൻഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇവിടെ കുപ്പക്കല്ല നമ്മുടെ ഓഫീസ് ഉണ്ടല്ലോ, അപ്പോൾ അവിടെ KVK എന്നൊക്കെ ആൾക്കാർ വന്ന് ക്ലാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ക്ലാസ്സിനനുസരിച്ച് സ്യൂഡോമോണസ്, ട്രൈക്കോഡെർമ ഇതൊക്കെ ചെയ്യുന്നുണ്ട്. ഇടവേളകൾ എങ്ങനെയാണ്? അതായത് രാസവളങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഏകദേശം ഒരു 40 ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ സ്യൂഡോമോണസ് ചെയ്യാത്തുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ചുവട്ടിൽ നമ്മൾ ഈ ബയോ എന്നാ ഇട്ട് കൊടുക്കുന്നത്? വാമിട്ട് കൊടുത്തു. വേര് സംരക്ഷണത്തിന് വേണ്ടി നമ്മൾ ട്രൈക്കോഡെർമ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പം ഞാൻ നേരത്തെ ചെയ്തിട്ട് നമ്മുടെ നിമിറ്റ്സ് ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ചെയ്തിട്ട് ഇപ്പോൾ ഏകദേശം ഒരു മാസത്തോളം ആകുന്നു. അപ്പം അത് ചെയ്തതെന്ന് വെച്ചാൽ അത് കലക്കി ഒഴിക്കുകയാണോ? ഞാൻ ഈ 2 രീതിയിലും ചെയ്തിട്ടുണ്ട്. ഒരു പകുതി സ്ഥലത്ത് കലക്കി ഒഴിച്ചു, പകുതി സ്ഥലത്ത് ഇട്ട് കൊടുത്തു. ഏതാ റിസൾട്ട് കൂടുതൽ എല്ലാം നമ്മൾ പരീക്ഷണം നോക്കണം. അപ്പൊ അങ്ങനെ അത് ചെയ്തിട്ടുണ്ട്. അത് ചെയ്തിട്ട് ഏകദേശം ഒരു മാസത്തോളം ആയിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പം ചെയ്യുന്നതെന്ന് വെച്ചാൽ ട്രൈക്കോഡെർമ അത് ചാണകത്തിനകത്ത് നമ്മൾ റെഡിയാക്കി ചാണകപ്പൊടിക്കകത്ത് മിക്സ് ചെയ്തേക്കും. അത് മിക്സ് ചെയ്തിട്ട് ചാണകപ്പൊടി ഇടുന്ന കൂടുതൽ ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ അതിപ്പോൾ നമ്മൾ ഇനി എത്ര ദിവസം കൊണ്ട് കഴിയും? ഒരു മാസം കഴിയുമോ? ഒരു മാസം ആകത്തില്ല, ഏകദേശം ഒരു 10-15 ദിവസം. അപ്പോൾ ഒരു 45 ദിവസം ആവും നമ്മൾ നിമിറ്റ്സ് കൊടുത്തിട്ട് 45 ദിവസം അത് നമ്മൾ ചോട്ടിൽ ഇട്ട് കൊടുക്കും. അത് ചോട്ടിൽ ചാണകപ്പൊടി ഇട്ട് കൊടുത്തിട്ട് അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം വേരിന് നമ്മളെ ഈ വേരൊക്കെ നല്ല സംരക്ഷണം. നിലവിൽ ഈ വേരിന് ഇപ്പൊ കേടില്ല, മണ്ണ് ഒലിച്ചു പോയെന്നുള്ള. അപ്പം നമ്മളിപ്പോ കവാത്തെടുക്കുന്ന ചപ്പും എല്ലാം അവിടെ വെയിലടിക്കാതിരിക്കാൻ വേണ്ടി പുതയിട്ടിട്ട് വേനൽക്കാലത്ത് ഇപ്പം നല്ല പുതയിടുന്നതാണ് നല്ല റിസൾട്ടായിട്ട് കാണുന്നത്. പുതയാണ്. ഞാൻ പിന്നെ ഒരു വർഷത്തിൽ ഒരു 3 പ്രാവശ്യം സ്യൂഡോമോണസ് സ്പ്രേ ചെയ്യുന്നുണ്ട്. അല്ലേ? അപ്പം അതിന്റെ ചെടിക്ക് നല്ലൊരു പച്ചപ്പ് കാണുന്നുണ്ടല്ലോ. മൊത്തത്തിൽ ഈ തോട്ടത്തിൽ നോക്കിയിട്ട് ഒരു പച്ചപ്പ് കാണുന്നുണ്ട്. അത് സ്യൂഡോമോണസിന്റെ ഒക്കെ ആണെന്ന് എനിക്ക് തോന്നുന്നു. അതെല്ലേ. ഇതിന്റെ ഈ കീടനാശിനി പ്രയോഗം എങ്ങനെയാണ് ചെയ്യുന്നത്? കീടനാശിനി പ്രയോഗം ചെയ്യുന്നത് ഞാൻ സാധാരണ മരുന്നടിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു 25-30 ദിവസത്തിന്റെ ആ ഒരു ഗ്യാപ്പിലാണ്. കൃത്യം നമുക്ക് 25 ദിവസം കൊണ്ട് ചിലപ്പോൾ അടിക്കാൻ സാഹചര്യം ഒത്തൊന്നും വരികയില്ല. അപ്പോൾ 30 ദിവസത്തിനപ്പുറം പോകാതെ മരുന്നടിക്കുന്നുണ്ട്. പിന്നെ മരുന്നടിക്കുമ്പം കീടനാശിനികൾ തന്നെയും മറ്റുള്ള ടോണിക് സാധനങ്ങളൊക്കെ തന്നെയും സെപ്പറേറ്റ് ആണ് അടിക്കുന്നത്. കാരണം നമ്മൾ കൃഷിയിലേക്ക് വന്നിട്ടല്ലേ ഉള്ളൂ. അപ്പം നമ്മുടെ പരിചയക്കാരോടും റിലേറ്റീവ്സിനോടൊക്കെ ചോദിച്ച് ഇതിന് കൃഷിയിൽ ഗ്രാഹ്യമുള്ളവരോട് ചോദിച്ചിട്ടാണ്. അങ്ങനെ വേണം. നമുക്കിപ്പം പരിചയം കുറവുണ്ടെങ്കിൽ നല്ലപോലെ അറിയാവുന്ന ആൾക്കാർ, നല്ല വിദഗ്ധരായ കൃഷിക്കാരുണ്ട്. അവരോട് ചോദിച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഇപ്പം വേനൽക്കാലമാണ്, നമുക്കൊരു ഫാൾട്ട് വരാതിരിക്കും. ശരമൊക്കെ പൊട്ടി വരുന്ന സമയമാണ്. ആ ശരം നശിച്ചു പോയി കഴിഞ്ഞാൽ ഉൽപാദനം പോയി. അപ്പൊ അതുകൊണ്ട് ഓരോ സമയത്ത് ഏതാണ് ചെയ്യേണ്ടതെന്നുള്ളത് നല്ലൊരു കാര്യമാണ്. കൃഷി ചെയ്യുന്നവരോട് ചോദിക്കുക, അല്ലാതെ ചുമ്മാ നടക്കുന്നവരല്ല. കൃഷി അറിയാവുന്നവരോട് ചോദിച്ച് അത് നല്ലൊരു കാര്യമാണ്. നമുക്ക് അറിയത്തില്ലാത്ത കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കി നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ നല്ല റിസൾട്ട് കിട്ടും. അത് നല്ലൊരു കാര്യം. അത് നമ്മൾ ചോദിക്കുന്നവർ അവർക്കും ഒരു സന്തോഷം. അവരോട് എന്നോട് അത് ചോദിച്ചിട്ടാണല്ലോ അത് ചെയ്തത്, അന്നൊരു സന്തോഷം, എല്ലാവർക്കും ഒരു സന്തോഷം. പറഞ്ഞു തരാനും താല്പര്യമുണ്ട്. രാസവള പ്രയോഗം എങ്ങനെയാണ് ചെയ്യുന്നത്? അത് രാസവളം കൃത്യമായിട്ട് ഞാനൊരു വർഷത്തിൽ 3 തവണയാണ് ചെയ്യുന്നത്. അതിൽ ഒരു തവണ ഞാൻ ഈ നമ്മുടെ വേപ്പിമണ്ണാക്ക്, രാജ്ബോസ്, മൈക്രോഫുഡ്, അതിൻ്റെ കൂട്ടത്തിൽ ഒരു ശകലം 10-26 ലൈറ്റായിട്ട് അത് ചേർത്തൊന്ന് വാരിയിട്ട് കൊടുക്കും. മിക്സ് ചെയ്തിട്ട് വാരിയിട്ട് കൊടുക്കും. അത് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ രാസവളം. പിന്നെ ഉള്ളത് 2 തവണ കലക്കി ഒഴിക്കും. പിന്നെ ഫോളിയാറൊക്കെ സ്പ്രേയോ? അങ്ങനെ ഫോളിയാർ ഒരു വർഷത്തിൽ ഒരു 2 തവണ ഒക്കെ ഉള്ളൂ സ്പ്രേ. നമ്മൾ ഇപ്പം നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കായ്ക്ക് വില കുറവ് എല്ലാം വരുമ്പോൾ നമ്മൾ ചിലവ് കുറച്ചില്ലെങ്കിൽ കുറച്ച് നമ്മൾ ചെയ്യാൻ ഒരു തരത്തിൽ നമുക്ക് മുതലാവത്തില്ലാതെ വരും. മാക്സിമം ചെയ്യാവുന്ന പണി നമ്മൾ തന്നെ ചെയ്യുക. ബാക്കി വളപ്രയോഗം അത്യാവശ്യമുള്ളത് ഒഴിവാക്കാൻ പറ്റുകയില്ലാത്തത് മാത്രം ചെയ്യുക. അങ്ങനെയാണ് ഞാൻ ചെയ്തു വരുന്നത്. പിന്നെ ഞാൻ മരുന്നടിക്കുന്ന സമയത്ത് മരുന്നടിക്കുന്നതിൻ്റെ കൂടുതലല്ല, ഒരു ഫംഗസൈഡ് ചെയ്യാറുണ്ട്. ഫംഗസൈഡ് എന്ന് പറഞ്ഞാൽ ഒരു 2 പ്രാവശ്യം അല്ലെങ്കിൽ 3 പ്രാവശ്യം നമ്മൾ സാധാരണ മരുന്നുകൾ അടിച്ചു കഴിയുമ്പോൾ കമ്പൽസറി ആയിട്ടൊരു ഫംഗസൈഡ് അടിക്കുക. അത് അത്ര കൂടിയ ഫംഗസൈഡുകളൊന്നും അല്ല, സാധാരണ
കിട്ടുന്ന കാർബൺ ഡാസിയോ മാംഗോ സബ് ഏതെങ്കിലും അങ്ങനത്തെയാണ് അടിക്കാറുള്ളത്. ഒരു 3 തവണ മരുന്ന് അടിച്ചു കഴിഞ്ഞാൽ ഒരു ഫംഗസൈഡ് അടിക്കും. ഫംഗസൈഡ് അടിക്കുന്നതും സെപ്പറേറ്റ് അടിക്കുന്നു. സെപ്പറേറ്റ് മരുന്നിന്റെ കൂടുതൽ കൂട്ടുന്നില്ല. നമുക്കൊരു പണി കൂടുതൽ വരുന്നേ ഉള്ളൂ, പക്ഷെ റിസൾട്ട് നമുക്ക് ഉണ്ട്. നമുക്ക് നിങ്ങളുടെ തോട്ടത്തിൽ വന്നിട്ടേ ഇപ്പൊ ഈ ഏലത്തിന് ഒരു നല്ല അകലം കാണുന്നുണ്ട്. ഓരോ ചെടിയുടെ ചൂട് നമ്മൾ നല്ല അകലം കാണുന്നുണ്ട്. പക്ഷെ പല തോട്ടങ്ങളിലും നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് നടന്നു പോകുമ്പോൾ പോലും പോകാൻ മേലാത്ത പോലെ ചെടി തിങ്ങിയാണ് നിൽക്കുന്നത്. ഇതിൻ്റെ അത് നല്ല അകലത്തിൽ ആണ് ഈ ചെടി നിൽക്കുന്നത്. അതിന് അങ്ങനെ വെക്കാനുള്ള ഒരു കാരണം, അങ്ങനെ വെക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇത് മൊത്തം ചെടി ഇപ്പോൾ 12-12 വെച്ചേക്കുന്നത്. നമ്മൾ കൃഷി ചെയ്യുമ്പം 10 ചെടി കൂടുതൽ വെക്കുന്നതിനകത്ത് കാര്യമില്ല. ചെടിക്ക് എപ്പോഴും നല്ല അകലം വേണം. ആ അകലം കൂടുതലുണ്ടെങ്കിൽ ഇതല്ലേ ഈൽഡ് കൂടുതൽ കിട്ടുന്ന എൻ്റെ അനുഭവത്തിൽ ഇപ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവും. ശരി, അകലം വേണം. ഇത് വെക്കുന്ന സമയത്ത് ആ ഒരു വർഷത്തേക്ക് മാത്രമേ ഉള്ളൂ നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. കാരണം ചെടി ഒന്ന് കയറി അടഞ്ഞു വരാനുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമേ വരുന്നുള്ളൂ. പക്ഷെങ്കിൽ ഭാവിയിലേക്ക് ചെടി അകലമുള്ളത് ഉൽപ്പാദനം നമുക്ക് കൂടുതൽ കിട്ടുന്നത്. ചെടിക്ക് വായുസഞ്ചാരമുണ്ട്, വളം വലിച്ചെടുക്കാനുള്ള സാഹചര്യങ്ങളുണ്ട് അല്ലേ. നമുക്ക് ഇതിനകത്തൂടെ കയറി നടന്നാണേലും ചെയ്യാം. ഇപ്പം ചപ്പ് വെട്ടിയിടാൻ പോലും ചില സ്ഥലത്ത് ഇടയില്ലാതെ വരുന്ന പറമ്പ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയെല്ലാം വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഇപ്പൊ പറഞ്ഞ പോലെ അനുഭവസ്ഥരോട് ചോദിച്ചപ്പോഴാണ് എന്നോട് പറയുന്നത് അകലത്തിൽ വെക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അതുപോലെ തന്നെ 12 എന്നുള്ള ഒരു അകലം വെച്ചിരിക്കുന്നത്. അത് നല്ലൊരു ഇതാണ്. അപ്പൊ നമ്മൾ ചെടി എപ്പോഴും വെക്കുമ്പോൾ നമുക്ക് വായുസഞ്ചാരം, അതുപോലെ തന്നെ ചെടിക്ക് വളരാൻ, ചെടി വളർന്നു കഴിയുമ്പോൾ നല്ല രീതിയിൽ അത് കൂടുതൽ ഈൽഡ് കിട്ടാനായിട്ട്, അല്ലെങ്കിൽ ചില തോട്ടം കയറിക്കുമ്പോൾ നടക്കാൻ പോലും വരാത്ത പോലെ ചെടി നിൽക്കുന്നതാണ്. അപ്പം ഫംഗസ് ബാധയൊക്കെ ഉണ്ടായാൽ പോലും പിടിയുന്ന ആക്രമണം ഉണ്ട്. ഇത് അങ്ങനത്തെ വരത്തില്ല. അത് നല്ലൊരു രീതിയാണ് ഇപ്പം ഈ ചെടി ഇത്ര അകലത്തിൽ വെക്കുന്നത്, 12 അടിയൊക്കെ വെക്കുന്നത്. ഈ ടാങ്കിലാണ് വളങ്ങളെല്ലാം കലക്കുന്നത്. ഇതിപ്പോ ഏകദേശം ഒരു 5700 ലിറ്റർ വെള്ളം ഇതിന് തളവുള്ളൂ അല്ലേ, അതാണ് മാർക്ക് ചെയ്തിട്ട്. അതാണ് 4-5 കിട്ടേക്കാം. താഴോട്ട് 1, 2, 3, 4 അതാ പായൽ വന്നിപ്പോ. അപ്പൊ നമുക്ക് കൃത്യ അളവ് നമുക്ക് ഒഴിക്കാൻ പറ്റും. ഇപ്പൊ വെള്ളം അടിക്കുകയാണെങ്കിൽ മാത്രം നമുക്ക് അളവ് നോക്കണം. അളവ് ഒഴിക്കുമ്പോൾ നമുക്ക് അളവ് നോക്കിയിട്ട് വേണം ചെയ്യാൻ. അപ്പൊ അങ്ങനെ ഈ ടാങ്കിൽ ഇങ്ങനെ കലക്കിയിട്ട് ഇപ്പൊ 4000 ലിറ്റർ വെള്ളം മതിയെങ്കിലുള്ളെങ്കിൽ അവിടെ വെച്ച് അങ്ങനെ അടിക്കുന്നത്. കൃഷിയുടെ കാഴ്ചയുടെ പ്രേക്ഷകർക്ക് വേണ്ടി തൻ്റെ ചെറിയ അറിവുകൾ, അതുപോലെ തന്നെ തൻ്റെ കൃഷി അനുഭവങ്ങൾ, അതുപോലെ മറ്റുള്ളവരിൽ നിന്ന് പകർന്നു കിട്ടിയ ആ കാര്യങ്ങൾ, അതൊക്കെ പറയാനായിട്ട് നമ്മുടെ ഇത്രയും സമയം നമ്മളോടൊപ്പം ചെലവഴിച്ചു. അതുപോലെ തന്നെ തനിക്ക് അറിവില്ലാത്ത കാര്യങ്ങൾ അറിയാവുന്ന കൃഷിക്കാരോട്, വിദഗ്ധരായ ആൾക്കാരോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയാണ് താൻ കൃഷി ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ തോട്ടം വന്ന് കണ്ടാൽ ഒരു നല്ല പരിജ്ഞാനമുള്ള ഒരു കൃഷിക്കാരൻ ചെയ്യുന്ന തോട്ടത്തെക്കാളും മികച്ച വിളവും അതുപോലെ തന്നെ നല്ല പരിചരണമാണ് ഈ തോട്ടത്തിലുള്ളത്. അപ്പോൾ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നമ്മുടെ യുവജനങ്ങൾ തയ്യാറാകുമ്പോൾ നമ്മുടെ കാർഷിക മേഖലയൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് വിജയിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ പ്രവാസ ജീവിതമൊക്കെ നയിച്ച് സാധാരണഗതിയിൽ തിരിച്ചു വന്നാൽ മണ്ണിൽ പണി എടുക്കാനായിട്ട് യുവജനങ്ങൾക്കൊക്കെ വളരെ മടിയാണ്. പക്ഷേ ആ സാഹചര്യത്തിൽ പോലും നല്ല താല്പര്യത്തോടുകൂടെ കൃഷിയിൽ ഇറങ്ങി നല്ല വിജയം വരിച്ച സാം എന്ന കർഷകനെയാണ് നിങ്ങൾക്കിന്ന് പരിചയപ്പെടുത്തിയത്. അതുപോലെ തന്നെ നമ്മുടെ എല്ലാ യുവജനങ്ങളും ഇതുപോലുള്ള കൃഷി മേഖലയിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ കാർഷിക മേഖല നല്ല ഉണർവോടുകൂടെ മുന്നോട്ട് പോകുവാനും അതുപോലെ തന്നെ മറ്റുള്ള യുവജനങ്ങൾക്ക് ഇതൊരു നല്ല പ്രയോജനമായി തീരാനും ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ കൃഷിയുടെ കാഴ്ചയുടെ പ്രേക്ഷകർക്ക് വേണ്ടി തൻ്റെ ചെറിയ അനുഭവങ്ങളും അറിവുകളും ഒക്കെ പങ്കുവച്ച സാമിന് കൃഷിയുടെ കാഴ്ചയുടെ എല്ലാവിധമായ അഭിനന്ദനങ്ങളും ആശംസകളും അറിയിക്കുന്നു. നന്ദി അറിയിക്കുന്നു. ഞങ്ങളുടെ ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.